ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമുക്കിന്ന് വൈൽഡ് ക്രാഫ്റ്റിന്റെ ഒരു ഷൂ ആണ് അൺബോക്സ് ചെയ്യുന്നത്. വൈൽഡ് ക്രാഫ്റ്റിന്റെ തന്നെ വിക്കി എന്ന സീരീസിലാണ് ഈ ഒരു ഷൂ വരുന്നത്. പിന്നെ നമുക്കറിയാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് വൈൽഡ് ക്രാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഇവരുടെ ഷൂവിലും വരുന്നുണ്ടോ എന്നത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. കാരണം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മോഡലാണ്. സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതുപോലുള്ള ഒരു വെറൈറ്റി ബോക്സിലാണ് സംഭവം വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അത്യാവശ്യം സൈസും വരുന്നുണ്ട് ഈ ഒരു ബോക്സ്. ക്വാളിറ്റിയുള്ള ഒരു ബോക്സും തന്നെയാണ്. ഇവിടെയൊക്കെ എക്സ്ട്രാ ഡിസൈൻസ് ഒക്കെ കാണാം. പിന്നെ സൈഡിലായിട്ട് വൈൽഡ് ക്രാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രൈസും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് നോക്കുകയാണെങ്കിൽ 2599 ആണ് വരുന്നത്. പിന്നെ ഓഫറിൽ നമുക്ക് അറൗണ്ട് ഒരു 1700 പ്രൈസിന് ഇത് വാങ്ങിക്കാനും കിട്ടും ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ. പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് ചൈനയാണ്, അല്ലാതെ ഇന്ത്യ അല്ല. അത് നമുക്ക് ഷൂവിൻ്റെ മുകളിൽ നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് കളറാണ്. ലേസ് അടക്കം അതുപോലെ ഔട്ട്സോളും ഒക്കെ ബ്ലാക്കാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഷൂ എടുത്ത സമയത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ കുറേ മോൾഡും അതുപോലെ ഫംഗസ് ഒക്കെ കാണുന്നുണ്ട്. അത് ചില സമയങ്ങളിൽ നമ്മുടെ ഷൂവിൻ്റെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രശ്നമായിട്ട് വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പൂപ്പൽ വരുന്ന അല്ലെങ്കിൽ മോൾഡ് വരുന്ന മെറ്റീരിയൽസ് ഒന്നല്ല യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ചെറിയ രീതിയിൽ ഈ ഒരു വൈറ്റ് പൊടി നന്നായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ സ്റ്റോറേജിൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നതായിരിക്കും. ഇനി നമുക്ക് ആക്ച്വൽ ഡിസൈനിലോട്ട് എടുക്കാം. ഡിസൈനിങ് കംപ്ലീറ്റ്ലി ബ്ലാക്കിൽ വന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ സിന്തറ്റിക് മെറ്റീരിയലിൽ ഒരു ഡിസൈൻ നമുക്ക് കാണാം. പിന്നെ ഉള്ളിലായിട്ട് സാധാ ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ സ്റ്റിച്ചിങ് ലൈൻ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഒരു കമ്പോണൻറ്റ് പാസ് ചെയ്ത് പോകുന്നത് കാണാം. പിന്നെ പിറകിലായിട്ട് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറാണ്. ബ്ലാക്കും ഗ്രേയും നന്നായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. സൈഡിലും ഒരു ലോഗോയും ടെക്സ്റ്റും കാണാം. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഈ ഒരു ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു കട്ടൗട്ട് വലിയൊരു ഭംഗിയില്ല. പക്ഷേ ബാക്കി ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഈ ഒരു ലോഗോ ആണ്. അതുപോലെ തന്നെ ലേസ് പാസ് ചെയ്ത് പോകുന്ന എല്ലാ ഏരിയസിലും ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ലേസ് ലൂസ് ചെയ്യാനും ടൈ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൂവ് ആകും. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. നമുക്കൊരു ഹണികോം ഡിസൈനിങ് കാണാം. താഴെ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഈ ഗ്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് അടിപൊളി ഗ്രിപ്പാണ്. നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഗ്രിപ്പ് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ക്വാളിറ്റിയുള്ള ബാഗൊക്കെയാണ് വൈൽഡ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ ഇത്രയും പ്രീമിയം ആയതുകൊണ്ട് നല്ല വെയിറ്റും വരുന്നുണ്ട് ഷൂവിന്. ഓവർ വെയിറ്റ് ഇല്ല, എന്നാലും അത്ര ലൈറ്റ് വെയിറ്റ് അല്ല. ആവറേജ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ അബോവ് ആവറേജ് എന്നൊക്കെ പറയാം. ഈ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അധികം ഷൂവിലും കാണാത്ത ഒരു സംഭവമാണ് സൈഡ് സ്റ്റിച്ചിങ്. ഇത് ബോറായിട്ടില്ല ചെയ്തിട്ടുള്ളത്, നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഈ സ്റ്റിച്ചിങ് നമുക്ക് അഡ്വാൻറ്റേജസ് വരും. കാരണം എത്ര കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാലും സോളും അപ്പർ മെറ്റീരിയലും വിട്ടു പോകുന്ന ഒരു ഇഷ്യൂ ഈ സ്റ്റിച്ചിങ്ങൾ എന്നെ കൊണ്ട് വരാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ല, നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിൻ്റെ സമയത്ത് അത് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഫിനിഷിങ്ങും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. എവിടെയും ഗ്ലൂ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ ഫോൾട്ടൊന്നും കാണുന്നില്ല. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ, അതായത് ഈ സ്റ്റിച്ചിങ് രണ്ടും കൂട്ടിമുട്ടുന്ന ഏരിയയിലായിട്ട് കുറച്ചൊന്ന് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതൊന്നെങ്കിൽ കട്ട് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിക്കോളും. വേറെ ഒരു പ്രശ്നം എനിക്ക് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലോ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലോ തോന്നിയിട്ടില്ല. ഇനി നമുക്ക് കംഫോർട്ടിലോട്ട് എടുക്കാം. ആദ്യം ഞാൻ ഈ ഒരു ഫുഡ് ബെഡ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഫുഡ് ബെഡ് എടുത്ത സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കണ്ടത്. അതായത് ഒരു ബക്കറ്റ് ടൈപ്പ് ഡിസൈൻ അല്ലെങ്കിൽ 3D പ്രിന്റഡ് ഡിസൈനൊക്കെ പോലെയുള്ള ഒരു ഫുഡ് ബെഡാണ് അല്ലെങ്കിൽ മിഡ്സോളാണ് കാണുന്നത്. സാധാരണയായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ഡിസൈനാണ് കാണാറുള്ളത്. പക്ഷേ ഇതിനിവിടെ സൈഡിലോട്ടൊക്കെ കയറിയിട്ടുള്ള ഒരു സംഭവം കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു എക്സ്ട്രാ സംഭവം ഉണ്ടെന്ന് വിചാരിച്ച് ഇതിൻ്റെ കംഫർട്ട് അത്ര ഇംപ്രസീവ് അല്ല. അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഒരു മിഡ്സോൾ അത്ര തിക്കല്ല, അല്ലെങ്കിൽ തീരെ സ്പഞ്ചി ആയിട്ടുള്ളൊരു മിഡ്സോളല്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു മിഡ്സോളാണ്. അത് ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടെ ഹാർഡ് ആവുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റേഡി ആയിട്ടുള്ള ഡിസൈൻ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി കംഫർട്ട് വളരെ മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പോറൊന്നുമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ള കംഫർട്ട് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസിന് അത്ര ടോപ്പ് ആയിട്ടുള്ള കംഫർട്ട് അല്ല തരുന്നത്. ക്വാളിറ്റിയിലാണ് അവർ അധികം ഫോക്കസ് ചെയ്തത്. കംഫർട്ട് ഒരു ആവറേജ് തന്നെ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ഹാർഡായിട്ടുള്ള ഒരു ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത്. സോ അത്ര കുഷൻ എഫക്റ്റ് ഈ ഒരു ഷൂന്ന് കിട്ടില്ല. ഈ ഔട്ട്സോളും നല്ല തിക്കായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി തീരെ കാണിക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ് വരുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നുമില്ല. സോ നിങ്ങൾ റണ്ണിങ്ങിനും വാക്കിങ്ങിനും ഫോക്കസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഷൂ നിങ്ങൾക്ക് സൂട്ടാവില്ല. ഒന്ന്, ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. രണ്ട്, കംഫർട്ട് അത്ര നല്ലതല്ല. മൂന്ന്, അത്യാവശ്യം ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്റ്റഡി ആയിട്ടുള്ള ഒരു ഷൂ ആണ്. അപ്പോൾ വാക്കിങ്ങിനും റണ്ണിങ്ങിനും എടുക്കരുത്. കാഷ്വൽ ആയിട്ടുള്ള ഡെയിലി യൂസിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇനി നമുക്ക് ഡ്യൂറബിലിറ്റി ടെസ്റ്റിലോട്ട് കിടക്കാം. ആദ്യം ആസ് ഓൾവേസ് നമുക്ക് ഈ ഒരു പാർട്ട് ഒന്ന് വലിച്ചു നോക്കാം.
ഇതിന് വരെ അനക്കവും വരുന്നില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയായിട്ട് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ഈ സ്ട്രാപ്പ് നോക്കാം. ഈ സ്ട്രാപ്പിൻ്റെ കാര്യത്തിലും ഒരു ഡാമേജ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ഏതായാലും ഇനി ബാക്കിയുള്ള ടെസ്റ്റും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് ബെൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബെൻഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ സോളിൻ്റെ മുകളിലായിട്ട് ഒരു ലൈനും റിംഗിൾസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് തള്ളി പോലെ വന്നു. അത് നമ്മൾ കുറച്ച് കാലം ഇട്ട് കഴിഞ്ഞിട്ട് കാലിൻ്റെ മുകളിലോട്ട് ഷേപ്പ് ആകുമ്പോൾ അത് അവിടെ നിന്ന് ഇല്ലാതാവും. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലും ചെറിയ രീതിയിൽ ക്രീസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ മുകളിൽ എന്തായാലും ചെറിയ ലൈൻസ് വന്നിട്ടുള്ള ക്രീസിങ്ങിൻ്റെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ക്രാച്ച് ചെയ്തും കൂടെ നോക്കാം. സ്ക്രാച്ച് ചെയ്യുമ്പോൾ പൊളിഞ്ഞൊന്നും പോരുന്നില്ല, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈൻസിൻ്റെ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ക്വാളിറ്റീൻ്റെ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. പക്ഷേ കംഫർട്ടിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തിരി ഒരു പുറകോട്ടാണ്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പീസ്.